നേരത്ത് DCC ഓഫീസിൽ വന്നിട്ട് അവിടെ കയ്യാങ്കളി കളിച്ച ഡിവൈഎഫ്ഐക്കെതിരെയും CPM-നെതിരെയുമുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം അതേ നാണയത്തിൽ തന്നെ യൂത്ത് കോൺഗ്രസ് തിരിച്ചടിച്ചിരിക്കുകയാണ്. യാതൊരു സംശയവുമില്ല. ഈ ഡിവൈഎഫ്ഐ വിചാരിക്കുന്നത് ഞങ്ങൾ ഇവരെന്തെങ്കിലും ഒരു പ്രതിഷേധം അറിയിച്ചാൽ അങ്ങ് പേടിച്ച് ഞങ്ങൾ മൂലയ്ക്ക് കയറുമെന്നാണ്. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. യൂത്ത് കോൺഗ്രസ് എന്ന പ്രതിപക്ഷ യുവജന സംഘടന നിങ്ങൾ അടിച്ച അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുവാൻ കഴിവുള്ളവരാണ്. ചരിത്ര കാലഘട്ടത്തിലും അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളുടെയൊക്കെ തലതൊട്ടപ്പന്മാരായ നേതാക്കളോട് ചോദിച്ചാൽ മനസ്സിലാകും. എന്തു തന്നെയായാലും വ്യത്യാസമില്ല, വിവരമില്ല, വിവരദോഷവും ഈ പറയുന്ന ചൂതുകളിയും മുച്ചീട്ടുകളിയും. ഇന്നലെ മുച്ചീട്ടുകളിക്കാരന്റെ പകൽ എന്ന് പറഞ്ഞ സിനിമ നമ്മൾ നാടകം നടത്തി. ആ യഥാർത്ഥത്തിൽ ഇവന്മാരെ മുച്ചീട്ട് കളിക്കപ്പെടേണ്ടവന്മാരാണ് ഡിവൈഎഫ്ഐക്കാർ. ഒരു വിവരവും ഇല്ലാത്ത ആളുകൾ പണ്ടെങ്ങോട്ട് സുധാകരൻ എന്തോ പറഞ്ഞു, അത് മെമ്മറിയിൽ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി ഓഫീസിൽ പെട്ടെന്ന് വിളിച്ചുകൂട്ടി യോഗം നടത്തിയിട്ട് DCC ഓഫീസിലേക്ക് മാർച്ച് നടത്തിയാണ്. ഞാൻ അത്ഭുതപ്പെടുകയാണ്. എടാ ഡിവൈഎഫ്ഐക്കാരാ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എവിടെ കിടക്കുന്നു? ഈ പറയുന്ന CPM എവിടെ കിടക്കുന്നു? രാജ്യത്തെ മുഴുവനുള്ള സംസ്ഥാനങ്ങളിൽ എല്ലായിടത്തും വേരോട്ടമുള്ള ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ നിനക്കൊക്കെ മിണ്ടാനുള്ള ശക്തിയുണ്ടോ? ഇവിടെ സമരം ചെയ്യുകയാണ് DCC ഓഫീസിലേക്ക്. DCC ഓഫീസിലോട്ട് വന്നിട്ട് പോലീസുകാരോട് നേരത്തെ പറഞ്ഞിരുന്നു ഞങ്ങളെ തടയണം. തടഞ്ഞിട്ട് പോവുകയാണ്. എന്തിനാണ് ഇവന്മാർ സമരം ചെയ്യുന്നത്? ഇവർ സമരം ചെയ്യുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ സമരം ചെയ്യേണ്ടത് എങ്ങോട്ടാണ് സമരം ചെയ്യേണ്ടത്? BJPയുടെ ഓഫീസിന് നേരെ ഇവർക്ക് സമരം ചെയ്യുവാനുള്ള ധൈര്യമുണ്ടോ? BJPക്കാർക്കെതിരെ എന്തെങ്കിലും ശക്തമായി പറയുവാൻ ഇവർക്ക് ധൈര്യമുണ്ടോ? ഒന്നുമില്ല. കോൺഗ്രസുകാരുടെ ഓഫീസിലേക്ക് സമരം ചെയ്ത് ഒരു പ്രശ്നമുണ്ടാക്കി കള്ളനായ പിണറായി വിജയന് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളും സത്യാവസ്ഥകളും അത് ജനങ്ങളുടെ മുമ്പിൽ നിന്നും മറയ്ക്കാൻ വേണ്ടി, വഴിതിരിച്ചുവിടാൻ വേണ്ടി ഉന്നതമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ്. ആ ധാരണ നിങ്ങൾ മാറ്റിവെക്കണം എന്ന് വളരെ വ്യക്തമായി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. DCC ഓഫീസിലേക്ക് നടന്ന ഈ ഡിവൈഎഫ്ഐയുടെ തെമ്മാടിത്തരത്തിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ സായാഹ്നത്തിൽ വിജയ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ മറ്റ് യൂത്ത് കോൺഗ്രസുകാരുടെ നേതൃത്വത്തിൽ ഈ സമര പരിപാടിയുമായി വന്നിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ഒരു സൂചനയായി പത്തനംതിട്ടയുടെ തെരുവീഥികൾ എപ്പോഴും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിന്റെയും ശക്തിദുർഗമാണ് പത്തനംതിട്ടയെന്ന് ഇവർ ഇനിയും മനസ്സിലാക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. വളരെ വ്യക്തമായി ഞങ്ങൾ മനസ്സിലാക്കി തരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ ആർജവത്തോടുകൂടി ഈ ഡിവൈഎഫ്ഐയുടെ തെമ്മാടികൾ നടത്തുന്ന ഈ പ്രവർത്തനങ്ങളെ അതേ നാണയത്തിന് തിരിച്ചടിക്കുവാനും ജനങ്ങൾക്കിടയിൽ ബോധവാന്മാരാക്കുവാനും നിങ്ങൾ നടത്തുന്ന ശ്രമങ്ങളെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങൾ തുടർന്ന് മുന്നോട്ട് പോകണം. നമ്മൾ ധർമ്മത്തിന് വേണ്ടി, നമ്മൾ നീതിക്ക് വേണ്ടി, ഈ നാട്ടിലെ ജനാധിപത്യത്തിന് വേണ്ടി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ജനാധിപത്യം പുലരുവാനും മതസൗഹാർദ്ദം പുലർത്തുവാനും കഴിയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് തെളിയിച്ചു കൊടുക്കേണ്ട നമ്മുടെ ബാധ്യതയാണ്. അതിനെ പിന്തിലെ ഡിവൈഎഫ്ഐക്കാരും പരസ്പരം ചോദിക്കുകയാണ്, ഇന്നലെ എന്തിനാണ് DCC ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്? വളരെ സമാധാനത്തോടുകൂടി ജില്ലാ ആസ്ഥാനത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന കോൺഗ്രസ് പാർട്ടിയുടെ ആസ്ഥാനത്തേക്ക് എന്തിനു വേണ്ടിയാണ് ഈ തെമ്മാടികൾ ഇന്നലെ മാർച്ച് നടത്തിയത് എന്ന് ഞങ്ങളും നിങ്ങളോട് ചോദിക്കുകയാണ്. ഒരു കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ഞാൻ ഒന്നടങ്കം പ്രശംസിക്കുന്നു.